ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ ക്രിട്ടിക്കൽ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ബിഫോർ ദ ബെൽ 19 ജൂൺ മാർക്കറ്റ് പ്രൊഫൈൽ റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ വീഡിയോ ഇല്ലായിരുന്നു, കാരണം മെനങ്ങാന്ന് മാർക്കറ്റ് എല്ലാം ഒരേ ഒരു സ്ട്രക്ചറിൽ പൊയ്ക്കൊണ്ടിരുന്നുകൊണ്ട് മാത്രമാണ് ആ വീഡിയോ ചെയ്യാത്തത്. നമുക്കിന്ന് വൈകിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമുണ്ട്. അമേരിക്കൻ മാർക്കറ്റിന്റെ ഫെഡറൽ റിസർവിന്റെ റേറ്റ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഡിസിഷൻ വൈകിട്ടുണ്ട്. അതുകൂടാതെ FOMCയുടെ മീറ്റിംഗ് ഉണ്ട്. രാത്രി 11:30 മണിയാകുമ്പോൾ ഇന്ത്യൻ ടൈമിൽ ഇൻട്രസ്റ്റ് ഡിസിഷൻ ഉണ്ട്, FOMC സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സോ എക്കണോമിക് പ്രൊജക്ഷൻ, ഈ 3 കാര്യങ്ങൾ ഇന്ന് രാത്രി 11:30 മണിക്ക് വരുന്നത് കൊണ്ട് അത് പ്രത്യേകിച്ച് പറഞ്ഞ അമേരിക്കൻ എക്കണോമിയെ മൊത്തത്തിൽ ബാധിക്കുന്നത് ഈ ഒരു യുദ്ധത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിൽക്കുന്ന സമയത്തും കൂടി അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നും പവലിനോട് ഭയങ്കര പ്രഷറുണ്ട് ഫെഡറൽ റിസർവിന്. എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കൂ ഇനിയും കുറയ്ക്കണം എന്ന രീതിയിൽ ട്രംപ് ഇങ്ങനെ ട്വീറ്റ് ചെയ്തും പറഞ്ഞു ഇങ്ങനെ പേടിപ്പിച്ചൊക്കെ നടക്കുകയാണ്. അപ്പം ജെറോമി പവൽ അത് ചെയ്യുമോ അതില്ലേ എന്നൊക്കെ ഇന്ന് രാത്രി കൃത്യമായിട്ട് അറിയാം. അമേരിക്കയുടെ അറ്റ്ലാന്റിയ ഫെഡ് GDP, ഞാൻ എപ്പോഴും പറയാം അതിന്റെ വളരെയധികം ഇമ്പോർട്ടന്റ് കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറച്ച് അമേരിക്കൻ എക്കണോമി ഒരു സ്റ്റാഗ്നന്റ് ഫേസിൽ കൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അവരിങ്ങനെ ട്രംപ് ഫാർമ കമ്പനികൾക്കെതിരെ പണി തുടങ്ങി. അങ്ങനെ ഓരോന്നും അങ്ങേരി വന്നപ്പോൾ തന്നെ എല്ലായിടത്തും പണി തുടങ്ങിക്കൊണ്ടാണ് അയാൾ വന്നത്. ഇപ്പം കൃത്യമായി പറയാൻ ട്രംപിന്റെ ട്വീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടെക്നിക്കൽ അനാലിസിനെ കാട്ടി ഏറ്റവും കൂടുതൽ പലതരം ട്രംപിന്റെ ട്വീറ്റ് എന്നാണ് ആൾക്കാർ പൊതുവെ പറയുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് മാർക്കറ്റ് വന്ന് നിൽക്കുകയാണ്. നമ്മുടെ മാർക്കറ്റ് അഴിഞ്ചും കുഴിഞ്ചും ആ ഒരു രീതിയിലൊക്കെയാണ് നമ്മുടെ മാർക്കറ്റ് ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു 3 days റേഞ്ചിൽ നിൽക്കുകയാണ്. നിഫ്റ്റി കൃത്യമായി നോക്കുകയാണെങ്കിൽ ഇന്നലെ ഒരു ബി ഷേപ്ഡ് പ്രൊഫൈലാണ്, അതിന്റെ ലോവർ ലെവലിലെ സ്ട്രക്ചറിലാണ് നിഫ്റ്റി ഇന്ന് ക്രോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ പ്രൊഫൈലാണ്, ഇന്ന് ഒരു നോർമൽ പ്രൊഫൈലാണ്. താഴേക്ക് ഇറങ്ങാൻ നോക്കി പ്യുവർലി ഒരു ബാലൻസിങ് ആയിരുന്നു നമ്മുടെ ബാങ്ക് നിഫ്റ്റി. അപ്പോൾ ഞാൻ അതുകൊണ്ട് എന്ത് വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയുടെ പ്രൊഫൈലുകളെല്ലാം ഇന്നത്തെ പ്രൊഫൈലും കൂടെ ഞാൻ ഒന്ന് ബാക്ക് ടു ബാക്ക് മെർജ് ചെയ്തു. കാരണം വേറെ ഒന്നുമില്ല, അതൊന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പ്രൊഫൈൽ മെർജ് ചെയ്തു. കഴിഞ്ഞ 2 ദിവസം പ്രൊഫൈലും ഇത് മിനിങ്ങാന്നത്തെ തിങ്കളാഴ്ചത്തെ ഒരു അപ്വേർഡ് ജേണി വന്നൊരു പ്രൊഫൈലും കൂടെയാണ്. നിഫ്റ്റിക്ക് ഞാൻ ആ പ്രൊഫൈൽ മെർജ് ചെയ്യുന്നില്ല, കാരണം വേറെ ഒന്നുമില്ല. ഇന്നലെ വന്ന നിഫ്റ്റിയുടെ പ്രൊഫൈൽ ബി ഷേപ്ഡ് ആണ്. ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന സ്പോട്ട് അതിന് താഴെയാണ്. POCയുടെ എക്സാക്ട്ലി POC ആയ 24,800 എന്ന് പറഞ്ഞ് 795 എന്ന് പറഞ്ഞ ഭാഗത്താണ് ക്ലിയർ ആയിട്ട് നമ്മുടെ നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളിനി താഴോട്ട് പോവുമോ മുകളിലോട്ട് പോകുന്ന തൃശങ്കുവിലാണ് നമ്മുടെ മാർക്കറ്റ് നിൽക്കുന്നത്. പലരും ചോദിക്കും ഞാൻ എന്തുകൊണ്ടാണ് നിഫ്റ്റി 25,200 അല്ലെങ്കിൽ മന്ത്ലി 24,700 വരുമെന്ന് പറഞ്ഞ ഒരു ക്ലോസിംഗ് ലെവൽ വെച്ചത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടാവും. അത് ആദ്യം പറഞ്ഞതിന് ശേഷം നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിന്റെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കടക്കാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഗോ ചാർട്ടിങ്ങിൻ്റെതാണ്. അപ്പോൾ ഗോ ചാർട്ടിങ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് മന്ത് 20% ഓഫർ ഉണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഇപ്പം കൊടുത്തേക്കാം. സോ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഇതിപ്പോൾ നമ്മൾക്ക് 30 മിനിറ്റ്സ് കൊടുക്കണപ്പോൾ നിങ്ങൾ കാണുന്നത് ഡെയിലി സ്ട്രക്ചറാണ് ഇപ്പം കാണുന്നത്. നിങ്ങൾക്ക് വീക്കിലിയോ മന്ത്ലിയോ എടുക്കുന്നെങ്കിൽ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ആ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക, സെഷൻസ് പോയി ഡെയിലിക്ക് മാറ്റി വീക്കിലിയോ മന്ത്ലി ആക്കുക. സോ ഞാൻ ആദ്യം മാർക്കറ്റ് പ്രൊഫൈലിന്റെ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കാണിച്ചതിന് ശേഷം നിങ്ങൾ അതൊന്ന് കാണുക. സോ ഇതാണ് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ട്. നിഫ്റ്റി കഴിഞ്ഞ കുറേ ദിവസമായി നിഫ്റ്റി 24,960 സ്പോട്ട് 24,550 ഇടയ്ക്ക് കൃത്യമായ രീതിയിലാണ് നിഫ്റ്റി കളിക്കുന്നത്. നിഫ്റ്റിയുടെ മന്ത്ലി POC നിങ്ങൾ നോക്കി അറിയാം 24,726. സോ ഈ ഒരു സ്ട്രക്ചർ സാധാരണ ഒരു ബാലൻസ് മന്തിലേക്ക് മാർക്കറ്റ് ക്രോസ് ചെയ്യുന്ന സമയത്ത് മെജോറിറ്റി സമയം ഒന്നുകിൽ അവൻ വാല്യൂയുടെ ഭാഗത്തോ അല്ലെങ്കിൽ POCയുടെ ഭാഗത്തോ ആയിരിക്കും മന്ത്ലി എക്സ്പയറി കാണുന്നത്. ഈ ഒരു സിറ്റുവേഷൻ വെച്ചാണ് എന്നെ ഇപ്പോഴത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വാച്ച് ചെയ്ത് നോക്കിയ സമയത്ത് നിഫ്റ്റി മാക്സ് ടു മാക്സ് സ്പോട്ട് ഒന്നുകിൽ 25, മറ്റ് മാക്സിമം 25,000 ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിന്റെ ഭാഗത്തേക്ക് മാക്സിമം പോകാം. ഇല്ല എങ്കിൽ 24,722-26 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് നിഫ്റ്റിയുടെ സ്പോട്ട് എക്സ്പയറി ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഈ മന്ത്ലി എക്സ്പയറി നാളത്തേക്കല്ല, ഈ വരാൻ പോകുന്ന മന്ത്ലി എക്സ്പയറി വേറെ പ്രൊവൈഡഡ് ട്രംപിന്റെ ഭാഗത്ത് അമേരിക്കയുടെ ഭാഗത്തുള്ള ഒരു അടിയോ ഇസ്രായേൽ ഇഷ്യൂവിൽ ബാക്കിയുള്ള രാജ്യങ്ങൾ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യുമെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലേക്ക് മാർക്കറ്റ് എക്സ്പയറി ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതേപോലെ നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ബാങ്ക് നിഫ്റ്റി കിടക്കുന്ന മന്ത്ലിയാണ്. സോ അതേ മന്ത് എടുക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 56,257 ഭാഗത്തും ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി POC നിൽക്കുന്ന 55,686 ഭാഗത്തും വാല്യൂര് ലോ വരുന്ന 55,450 ഭാഗത്തും.
സോ എന്നെ സംബന്ധിച്ച് മിക്കവാറും ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി വരുന്നത് 55,680 700ന്റെ ഭാഗത്തൊക്കെ ആയിരിക്കും നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി മാക്സിമം ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അറ്റ് ദ മാക്സിമം പോവുകയാണെങ്കിൽ സ്പോട്ട് 56,250 260ന്റെ ഭാഗത്തൊക്കെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ 55,400 350 ബാങ്ക് നിഫ്റ്റി പൊട്ടുകയാണെങ്കിലോ 24,550 താഴെ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെയധികം ഹെവി ഒരു സെൽ ഓഫ് മാർക്കറ്റിൽ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇത് നിങ്ങളെ ഈ ഒരു ലെവൽ 24,550 സ്പോട്ടിലും ബാങ്ക് നിഫ്റ്റിയിൽ 55,358 നിങ്ങളൊന്ന് 55,300 ഇത് രണ്ടും നിങ്ങളൊന്ന് സ്പോട്ടിൽ മാർക്ക് ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ ഇതിന്റെ അടിയിൽ ഹെവി സെൽ ഓഫ് പോലെയാണെങ്കിൽ കുറേ ഏരിയകൾ നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും കവർ ചെയ്യാറുണ്ട്. ആ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി നമുക്ക് പ്രീ മാർക്കറ്റ് ആയ എന്താണ് ബാങ്ക് നിഫ്റ്റിയുടെ പ്രീ മാർക്കറ്റിലെ നമ്മുടെ എന്താണ് ഡെയിലി അനാലിസിസിലേക്ക് പോകാം. ക്ലിയർ ആവുന്നല്ലോ. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത് ബാങ്ക് നിഫ്റ്റി രണ്ട് ദിവസം പ്രൊഫൈൽ ഞാൻ മെർജ് ചെയ്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിക്ക്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, പക്ക ബാങ്ക് നിഫ്റ്റി രണ്ടും ഒരേ റേഞ്ച് ആയതുകൊണ്ട് ഈ രണ്ട് പ്രൊഫൈൽ ഞാൻ മെർജ് ചെയ്തു. ഈ മെർജഡ് പ്രൊഫൈലിലെ POC എന്ന് പറയുന്നത് 55,772 മെർജഡ് പ്രൊഫൈലിന്റെ POC എത്രയാണ്? 55,772. സോ നമുക്ക് ആദ്യം ഞാൻ ഈ POC ഒന്ന് മാറ്റാം. 55,752 നമ്മുടെ മെർജഡ് പ്രൊഫൈലിന്റെ POC 2 ദിവസത്തെ. സോ ആ POC ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത് മാർക്കറ്റിൽ 55,000 ഇനി നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് എവിടെയാണ്? നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാര്യം ഓർത്തോളുക. ബുള്ളിഷ് റെഫറൻസ് നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റിക്ക് കൃത്യം പറയുന്നത് 55,875 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ നിഫ്റ്റിയിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ. എത്രയാണ് ബാങ്ക് നിഫ്റ്റിയിൽ? 55,875 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഒരു സ്പോട്ടിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. 55,875 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ആ ബൈയിങ് ഫസ്റ്റ് ടാർഗറ്റായ 56,057 ഭാഗത്തേക്ക് ഇവിടെ വരും 56,057 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇവിടം വരെ പോവാം. 56,257 എന്ന് പറഞ്ഞാൽ ഈ ഒരു POC ഏത് ദിവസം കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ എക്സ്പയറി ഡേയുടെ POC ആയ 56,257 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി സ്പോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? 55,857 മുകളിൽ 55,875 മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ 56,057 56,257 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ബെയറിഷ് റെഫർ എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് ഈ 55,491 താഴെ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് ഇനി ബെയറിഷ് റെഫറൻസ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റാണ് 55,242, സെക്കൻഡ് ടാർഗറ്റ് 55,000 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ചുരുക്കി ഇതാണ് ഓർത്തോളൂ. ബാങ്ക് നിഫ്റ്റിക്ക് ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 55,491 താഴെ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 55,242 55,000 ഭാഗത്തേക്കും വരാനുള്ള 55,75 ഫസ്റ്റ് ടാർഗറ്റ് 55,075 ആണ്. 55,075 ബാങ്ക് നിഫ്റ്റി സെക്കൻഡ് ടാർഗറ്റും. ഫസ്റ്റ് ടാർഗറ്റ് ഒന്ന് മാറ്റമുണ്ട്, ചെറിയൊരു ടാർഗറ്റ് ഉണ്ട് 55,300 55,300 ഭാഗത്തേക്കും. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ചെറിയൊരു ചേഞ്ചസ് മാത്രമേ വരുത്തിയിട്ടുള്ളൂ. അപ്പൊ 55,875 മുകളിൽ ബൈ ആണ്, 55,491 താഴെ സെല്ലിംഗ് ആണ്. നിങ്ങളൊരു കാര്യം ഓർത്തോളൂ, ലെവൽ ട്രേഡിംഗ് യൂസ് ചെയ്യുന്ന സമയത്ത് ഉച്ചയ്ക്ക് ശേഷം ലെവൽ ട്രേഡിംഗിൽ കഴിവതും കൈവയ്ക്കാതിരിക്കുക. കാരണം ഡൾ ഓളിയർ മാർക്കറ്റിൽ നിങ്ങൾക്ക് റിസ്ക് വരുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് നിങ്ങളുടെ ലോട്ട് സൈസ് ഒക്കെ കുറച്ച് വേണമെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. സോ 12:45 1 മണിക്ക് ശേഷം ലെവൽ ട്രേഡിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ആ ട്രേഡ് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലോട്ടിൽ കൂടുതൽ ട്രേഡ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക നിങ്ങൾ. നമുക്കിനി നോക്കേണ്ട നിഫ്റ്റിയുടെ ലെവൽ നിങ്ങൾ നോക്കിയാൽ നിഫ്റ്റി കഴിഞ്ഞ 2 ദിവസം ഞാൻ പ്രൊഫൈലൊന്നും ഇതാക്കിയിട്ടില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ മാർക്കറ്റ് അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ പ്രൊഫൈലൊന്നും മാറ്റാനായിട്ട് പോയിട്ടില്ല. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ വ്യക്തമായി പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു 55 പോയിന്റ് ഡൗൺ ആണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് എന്താണ് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നോർമൽ താഴേക്കൊരു ബി ഷേപ്പില്ല, നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് നിഫ്റ്റിയിൽ. നമ്മുടെ POC നിൽക്കുന്ന 24,794 ഭാഗത്താണ് POC നിൽക്കുന്നത്. അപ്പം ഞാൻ ആ POC നിന്ന് മാർക്ക് ചെയ്തു. 24,794 ഭാഗത്താണ് POC. അതിന് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നോക്കേണ്ട ബെയറിഷ് റെഫറൻസ്. നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ് വരുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റിയിൽ എത്രയാണ്? നമ്മൾ ബെയറിഷ് റെഫറൻസ് ആദ്യം ഇടാം. നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ് വരുന്നത് 24,740 താഴെ മാത്രം സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യും. 24,740 താഴെ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ബെയറിഷ് റെഫറൻസ് താഴേക്ക് വരും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഈ POC ആയ 24,691 എത്രയാണ്?
24,691 ഫസ്റ്റ് കഴിഞ്ഞ വ്യാഴാഴ്ച POC ആയ 24,691 ഭാഗത്തേക്ക് പോവാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ അടുത്ത സെക്കൻഡ് ടാർഗറ്റ് 24,628 24,628 24,628 ഭാഗത്തേക്ക് പോകാനും അതിന് താഴെ നമ്മുടെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,570 ഭാഗത്തേക്ക് 24,550 ഭാഗത്തേക്കും വരാം. നമ്മുടെ മന്ത്ലി PO വാല്യൂവിൽ ലോ അതാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 24,740 പൊട്ടുകയാണെങ്കിൽ വീണ്ടും 24,691 24,628 24,550 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിയുടെ സ്പോട്ടിൽ വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് ബൈയിങ് മൂവ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഒരു കാര്യം ഓർത്തോളുക. എന്നെ സംബന്ധിച്ച് ബൈയിങ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ ഇന്നലത്തെ 24 അല്ലെങ്കിൽ കൃത്യമായി പറയുകയാണെങ്കിൽ 24,933 മുകളിൽ മാത്രമേ ഞാൻ ബൈ 24,934 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഞാൻ സ്പോട്ടിൽ ഇനി ബൈ എടുക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,000. എത്രയാണ്? 25,000 ഭാഗത്തേക്ക് സ്പോട്ട് പോകാൻ 25,000 25,000 ഭാഗത്തേക്ക് സ്പോട്ട് പോകാനും സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോളൂ. സെക്കൻഡ് ടാർഗറ്റ് ഈ POC 25,050 ഭാഗത്തേക്ക് 25,050 ഭാഗത്തേക്കും 25,50 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് നിഫ്റ്റിയുടെ സ്പോട്ടിൽ വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയിൽ 24,934 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 25,050 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിയുടെ സ്പോട്ടിൽ വളരെയധികം കൂടുതലായിരിക്കും. സോ ഈ ലെവലൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങളെ മനസ്സിലോർത്തോളാം. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണെങ്കിൽ ദയവ് ചെയ്ത് ലെവൽ ട്രേഡിങ്ങിൽ പിന്നെ ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. കാരണം മാർക്കറ്റിൽ മിക്സഡ് ഇതൊക്കെ ആയതുകൊണ്ട് മാർക്കറ്റ് ഇതായിരിക്കും. ഇന്ന് രാത്രി വരാൻ പോകുന്ന FOMC മീറ്റിംഗ് വളരെയധികം ഒരു ഇമ്പോർട്ടന്റ് മൂവ്മെന്റ് മാർക്കറ്റിൽ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഡൗൺവേർഡ് മൂവോ അല്ലെങ്കിൽ അപ്വേർഡ് മൂവോ വരാൻ ചാൻസ് ഉണ്ട്. അതുകൂടാതെ മാർക്കറ്റ് ഇതേ ലെവലിൽ നിൽക്കുകയാണെങ്കിൽ മിക്കവാറും ഒക്കെ നിഫ്റ്റിയുടെ എക്സ്പയറി ഒന്നുകിൽ 25,200 ഭാഗത്തോ സ്പോട്ട് അല്ലെങ്കിൽ 24,700 ഭാഗത്തോ വരാനുള്ള ചാൻസ് ആയിരിക്കും. ഇത് ഒന്നുകിൽ ആ 700 ഭാഗത്തോ ഒരു 50 പോയിന്റ് 60 പോയിന്റ് ആ ഒരു ഡിഫറൻസ് വരാം. അല്ലെങ്കിൽ 25,200 ഭാഗത്ത് പ്ലസ് ഓർ മൈനസ് ഒരു 60-70 പോയിന്റ് ഡിഫറൻസിലെ ഭാഗത്തേക്ക് നിൽക്കാനുള്ള ചാൻസ് ആണ് കാണുന്നത്. അല്ലാതെ 24,900 ഭാഗത്തോ നിൽക്കാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കുറവാണ്. ഇതൊരു മന്ത്ലി വ്യൂ ആണ്. ഇത് വേണമെങ്കിൽ ഡെയിലി ഒരു കഴിയുമ്പോൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിന് മുമ്പേ അടുത്ത വരാൻ പോകുന്ന ബുധനാഴ്ച ഇതേപോലത്തെ ലെവലിൽ ഞാൻ പറയാം. 20 ദിവസം മിക്കവാറും നാളെ ഇത് എക്സ്പയറി ആവും, ഇങ്ങനെ ഈ റേറ്റിലേക്ക് വരാൻ പോകുന്നു എന്നൊക്കെ പറയാനുള്ള ഒരു ചാൻസ് ഞാൻ തരാം. ക്ലിയർ ആണല്ലോ? പിന്നെ എൻ്റെ മെന്റർഷിപ്പ് പ്രോഗ്രാം ഇപ്പോൾ ഇല്ല, അത് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ചിലപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞായിരിക്കും അടുത്തൊരു ബാച്ച് എടുക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു സോറി, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാരെ മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം എനിക്ക് അവരൊരു സമയം സ്പെൻഡ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനും എനിക്ക് സമയം വേണം. അപ്പോൾ എൻ്റെ സമയം എനിക്ക് കളയാൻ പറ്റില്ല, അവരുടെ സമയം കളയാൻ പറ്റുന്നുള്ളൂ. അത്രയ്ക്കുള്ള ക്ലൗഡുള്ള മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. സോ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.